ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മൈക്രോ ഗ്രീൻസ് ഉപയോഗിച്ചിട്ട് ഒരു തോരനാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഉണ്ടാക്കാറില്ല. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ രാജേഷ് കുമാർ ഡോക്ടറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ അതിൽ ഡോക്ടർ പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിനെ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമെന്നാണ്. നാച്ചുറൽ സോഴ്സ്, ഏറ്റവും നല്ല നാച്ചുറൽ സോഴ്സ് ആണ് മൈക്രോഗ്രെയിൻസ്. മൈക്രോഗ്രെയിൻസ് നമ്മൾ ഇവ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനകത്ത് ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ, ഹൃദ്രോഗം പോലുള്ള അവസ്ഥകൾ വരുന്നതിനെ വലിയൊരു തോതിൽ ചെറുക്കാൻ സാധിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് മെറിലാൻഡ്, അമേരിക്കയിലുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നടത്തിയിട്ടുള്ള പഠനത്തിലാണ് ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട പാടെ തന്നെ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി കുറച്ച് പയറെടുത്ത് മുളപ്പിച്ചു മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. കുറച്ച് പയർ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അപ്പോൾ പിറ്റേന്നാകുമ്പോൾ അത് കുറച്ച് മുളച്ച് വരുമല്ലോ. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിനകത്ത് ടിഷ്യൂ പേപ്പറോ, ഇതുപോലെ ഞാനിപ്പോൾ കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ എന്തെങ്കിലും വിരിക്കുക. നമ്മൾ മുളപ്പിച്ചെടുത്ത പയർ ജസ്റ്റ് ഇതിലൊന്ന് വിരിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ ഇതുണ്ടാക്കാനായിട്ട്. വളരെ ഈസിയാണ്. നമുക്ക് ഒരു ചിലവും ഇല്ലാതെ നമുക്ക് വീട്ടിലൊരു ചീര പോലെയുള്ള ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചീരയിലൊക്കെ നിറച്ച് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇത് അതൊന്നും ഇല്ലാതെ നമുക്ക് വിശ്വസിച്ച് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഇലക്കറിയാണ്. ഇതിപ്പോൾ ഞാൻ മുളപ്പിക്കാൻ വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇത് പാകമായിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ച തണ്ട് തുടങ്ങുന്ന ഭാഗത്തിൻ്റെ അവിടുന്ന് മുകളിലോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്താൽ ഈസി ആയിരിക്കും. ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ സാധാരണ തോരനൊക്കെ ധാരാളം കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണം. അതുകൊണ്ട് 2 പ്ലേറ്റിലുണ്ടായിരുന്നതും ഞാനിതിന് ഈ ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ ഇതിൻ്റെ ബാക്കി തണ്ടും വേരും ഒന്നും വേസ്റ്റ് അല്ല. ഇതിപ്പോൾ കണ്ടോ, ഈ കോട്ടൺ തുണിയുടെ അടിയിലോട്ട് തന്നെ വേരിറങ്ങി നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേസ്റ്റ് അല്ല, ആടിന് കൊടുക്കാനായിട്ട് ഉപയോഗിക്കും. ഇനി നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരാഴ്ച പുറത്തിരുന്നതല്ലേ, അപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചീരയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യാം. ഇത് തോരൻ ഉണ്ടാക്കാനാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സലാഡിൻ്റെ കൂടെയും സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചും കഴിക്കുന്നത് നന്നായിരിക്കും. തോരൻ ഉണ്ടാക്കുമ്പോൾ ഇത് വേവിക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് ന്യൂട്രിയൻസ് എന്തായാലും നഷ്ടപ്പെടും. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ തോരനിടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും നമുക്കൊന്ന് ജസ്റ്റ് അരച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കടായി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൈക്രോ ഗ്രീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. കൂടുതൽ നേരം വേവിക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ തണ്ടൊക്കെ കുറച്ചൊന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇതിലേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തണ്ട് കുറച്ച് കട്ടി ആയതുകൊണ്ട് തണ്ട് കുറച്ച് പ്രയാസമായിരിക്കും വേകാൻ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ അത് നന്നായിട്ട് വാടി പകുതിയായിട്ടുണ്ട്. ദിയക്കുട്ടി എണീറ്റ് കരച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ സ്ലാബിൻ്റെ പുറത്ത് കയറ്റി ഇരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫുള്ള് എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഞാൻ എടുത്ത കടുക് വെച്ച് കളിക്കുകയാണിപ്പോൾ. അപ്പോൾ നമ്മുടെ മൈക്രോ ഗ്രീൻസ് ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ തേങ്ങാക്കൂട്ട് കുറച്ചൊന്ന് വേകുന്നവരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മൈക്രോ ഗ്രീൻസിൻ്റെ തോരൻ റെഡിയായി കിട്ടും. ഇത് അത്രയ്ക്ക് നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല. അത്രയ്ക്ക് വേവിക്കാത്തതാണ്. അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത ആളും കൂടെ എണീറ്റ് വന്ന് സ്ലാബിൻ്റെ പുറത്ത് ഇരിപ്പായി. കണ്ടോ, നമ്മുടെ തോരൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഇലക്കറി ആയതുകൊണ്ട് അതിന് വേറൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കീടനാശിനികളൊന്നും പേടിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേരും തണ്ടും എല്ലാം ആടിന് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ പണി പാളി. ആദ്യം കൊടുത്ത ആട് കഴിച്ചില്ല.
അടുത്ത ആടും കഴിക്കുന്നില്ല. അപ്പോൾ വേസ്റ്റ് ആയെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ മുത്തശ്ശിയാട് എന്തായാലും കഴിക്കുമെന്ന് തോന്നി അങ്ങോട്ട് കൊണ്ടുപോയത്. മുത്തശ്ശിയാടിന് കിട്ടേണ്ട താമസം മുത്തശ്ശിയാട് എല്ലാം തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവൻ്റെ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്തു. അപ്പോൾ അവൻ സന്തോഷത്തോടെ എല്ലാം കഴിക്കുകയാണ്. അപ്പോൾ ആടിന് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ കുട്ടീസിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.